കൊച്ചി നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗത കുരുക്കഴിക്കാൻ നടപടികളുമായി ഗതാഗത വകുപ്പ്. ഗതാഗത വ്യവസായ മന്ത്രിമാർ നേരിട്ടെത്തിയാണ് ട്രാഫിക് പ്രശ്നങ്ങൾ വിലയിരുത്തിയത്. കുരുക്കഴിക്കാൻ ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രിമാർ പറഞ്ഞു. ദേശീയപാതയിലെ പ്രധാന ജംഗ്ഷനായ ഇടപ്പള്ളി ടോൾ, മെഡിക്കൽ കോളേജ് റോഡ്, സീപോർട്ട് എയർപോർട്ട് റോഡെല്ലാം ഒന്നുചേരുന്ന HMT ജംഗ്ഷൻ. ഗതാഗത കുരുക്ക് ഗുരുതരമായ മേഖലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ നടപടികൾക്കൊരുങ്ങുകയാണ് ഗതാഗത വകുപ്പ്. ഇടതുവശം ക്ലിയറാക്കൽ, വൺവേയിലെ ചില മാറ്റങ്ങൾ, ട്രാഫിക് ലൈനുകൾ തുടങ്ങിയവയാണ് ആദ്യം. സ്വകാര്യ ബസ് ഉടമകളെ കൂടി കേട്ട പോലീസ്, ഗതാഗത, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നാണ് തീരുമാനം അന്തിമമാക്കുക. പോലീസ്, PWD, NH, ഇവര് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, ഈ 4 ഡിപ്പാർട്ട്മെന്റും ഒന്നിച്ചിരുന്ന് 2 ദിവസം കൊണ്ട് അതിന് അവസാന രൂപം നൽകണമെന്നാണ് കണ്ടിട്ടുള്ളത്. HMTയിൽ ഒരു വൺവേ സംവിധാനം കൊണ്ടുവരുന്നതിനും ഇവിടെ സിഗ്നൽ വെച്ച് തുറക്കാൻ കഴിയുമോ എന്ന പരിശോധനയുമാണ് പ്രധാനമായിട്ടുള്ളത്. അങ്കമാലിയിലും ആലുവയിലും വൈറ്റിലയിലും കൂടി കുരുക്കൊഴിച്ചാൽ തെക്കൻ ജില്ലകളിലേക്കുള്ള യാത്ര സുഗമമാകും. HMT ജംഗ്ഷൻ വികസനത്തിന് 10 കോടി രൂപ വിലയിരുത്തിയിരുന്നുവെങ്കിലും റെയിൽവേ അലൈൻമെന്റ് അന്തിമമാകാത്തതാണ് പ്രശ്നമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. ചെറിയ ചില കാര്യങ്ങൾ ചെയ്താൽ അതങ്ങ് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ കാലടിയിൽ ഒഴിവായി, നെടുമ്പാശ്ശേരി ഒഴിവായി, ഇന്ന് മൂവാറ്റുപുഴ അങ്കമാലിയിൽ വീണ്ടും പോയി. അങ്കമാലിയിൽ കുറച്ചുകൂടെ ചെറിയ പരിഷ്കാരങ്ങൾ വരുത്തി. അത് കഴിഞ്ഞ് അങ്കമാലി കഴിഞ്ഞും വണ്ടി കിടക്കുകയാണ്. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരം വണ്ടി കിടക്കുകയാണ്. അത് വണ്ടി കിടക്കുന്നതിൻ്റെ മാത്രമല്ല, അത് ആളുകൾ തങ്ങിക്കിടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പൊല്യൂഷൻ അതിഭയങ്കരമാണ്. അപ്പോൾ ഞങ്ങളൊരു പരിശ്രമം നടത്തുകയാണ് കുരുക്കഴിക്കാനായിട്ട്. എല്ലാവരുടെയും സഹകരണം വേണം. മാറ്റത്തിന് ജനങ്ങൾ കൂടി സഹകരിച്ചാൽ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ പ്രതീക്ഷ. കൈരളി ന്യൂസ്, കൊച്ചി.